ഇവിടുത്തെ ഡോക്ടർമാരെ നമ്മളോട് വെച്ചേക്കുന്നത് ഇന്നത്തെ രാത്രി മറ്റ് പ്രൈവറ്റ് ആശുപത്രികളിൽ നിന്നും മറ്റ് ഗവൺമെൻറ് ആശുപത്രികളിൽ നിന്നും വെന്റിലേറ്ററിലേക്ക് പേഷ്യൻസിനെ കൊടുത്തു വിടരുത്, സെൻഡ് ചെയ്യരുത് എന്നുള്ളൊരു റിക്വസ്റ്റാണ് ഇവിടുത്തെ ഡോക്ടർമാർ നമ്മളോട് അഭ്യർത്ഥിച്ചിരുന്നത്. ബാക്കി എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഏകദേശം 5 പേര് ഓൾറെഡി അവർക്കായി മരിച്ചു. അതിൽ ബാക്കി 5 പേര്, ഓൾമോസ്റ്റ് 12 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 5 പേരുടെ ബോഡിയുടെ പാർട്സാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ 5 പേര് വളരെ അതീവ ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്നു. അതിൽ 3 പേര് വെന്റിലേറ്ററിലാണ്. ഇനിയും അപകട സ്ഥലത്തെ തീ ഇപ്പോഴാണ് അണച്ചിരിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അവിടെ നിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഇനി എത്ര ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ പാർട്സ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ അവിടെ മറുഭാഗത്ത് നമ്മുടെ ഫയർഫോഴ്സും ബാക്കി എല്ലാ ക്രമീകരണം നടക്കുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ ഇതിനു വേണ്ട ജില്ലാ ഭരണകൂടവുമായി ഒത്ത് ഇതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. വെള്ളം തൃശ്ശൂർ കോർപ്പറേഷൻ സംവിധാനം അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു. അതുപോലെ തന്നെ രാത്രി രക്ഷാപ്രവർത്തനം തുടരുന്നതായിട്ടുള്ള വെളിച്ചം തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങളാണ് അതിൻ്റെ ഒരു പങ്കുവയ്ക്കുന്നത്. അതുപോലെ രക്ഷാപ്രവർത്തനം ഏർപ്പെടുന്നവരുടെ ഭക്ഷണം അങ്ങനത്തെ കാര്യങ്ങളും ജില്ലാ ഭരണകൂടവുമായി ഒത്ത് തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റെടുത്ത് ചെയ്യണം. ഏതായാലും നാടിനെ നടുക്കിയ ഒരു ദാരുണമായ സംഭവമായിരുന്നു. ഏറെ വിഷമമുണ്ട്. വളരെയധികം നേരം പിടിച്ചു തീ അണയ്ക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഏറെ വൈകി. നമ്മുടേതായ കുറ്റമല്ല. വെള്ളം ബാക്കി ഫയർഫോഴ്സൊക്കെ ഫയർഫോഴ്സുകാർ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അപകട സ്ഥലത്ത് ഇത്രയേറെ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തത്. അപകട സ്ഥലത്തേക്ക് ഫയർഫോഴ്സിന് എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? വഴി ബുദ്ധിമുട്ടായിരുന്നു. വഴി അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഓസ് പൈപ്പ് ഇട്ടിട്ട് വെള്ളം അടിച്ച് ആ അപകട സ്ഥലത്ത് തീയണയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ DCC പ്രസിഡൻറ്റും ബാക്കിയുള്ള ജനപ്രതിനിധികളും എല്ലാവരും ഒരുമിച്ച് അവിടെ പോയി നിന്നിട്ട് പോലും തീയണയ്ക്കാൻ സാധിച്ചില്ല. ഏകദേശം ഒരു 1.5 മണിക്കൂർ തീയണയ്ക്കാൻ പ്രയാസം അനുഭവപ്പെട്ടു. ഞങ്ങൾ ചെല്ലുമ്പോഴും തീ ആളി കത്തുന്നുണ്ടായിരുന്നു, അതിനൊപ്പം തന്നെ വെടി പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഇതൊക്കെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് പറയുന്നത്. ഞാനും ഇവിടെ DCC പ്രസിഡന്റും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഈ നിൽക്കുന്ന എല്ലാവരും ഞങ്ങൾ, അതായത് എൻ്റെ കൂടെ ഡെപ്യൂട്ടി മേയർ അതുപോലെ തന്നെ കോർപ്പറേഷൻ കൗൺസിലേഴ്സ് എല്ലാവരും അവിടെ നിന്നാണ് വരുന്നത്. അവിടെ ഞങ്ങൾ ലൈറ്റ് അതിൻ്റെ സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ലൈസൻസ് ഇവിടെ തന്നെയല്ലേ ചികിത്സയിലുള്ളത്? സതീഷ് ഏകദേശം ഒരു 40ഓളം പേരുണ്ടായിരുന്നു എന്നുള്ള കണക്കാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം 40 പേർക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെ. അതിന് ഏകദേശം ഒരു 5-6 പേര് പുറത്തേക്ക് വെള്ളം കുടിക്കാനായിട്ട് പുറത്തേക്ക് കടന്നിരുന്നു. അപ്പോൾ ഒരു 30-35ഓളം പേര് അതിൽ പെട്ടുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും ആ പ്രദേശത്തുള്ള ആളുകളാണ് കൂടുതലും അവിടെ ജോലിക്ക് പോരുന്നത്. അവിടെ ആ പ്രദേശത്ത് വലിയൊരു ഭൂകമ്പമാണെന്നാണ് അവിടുത്തെ ജനങ്ങൾ ആദ്യം വിചാരിച്ചത്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ കടന്നുപോയ വഴികളിലെ വീടുകളിലെ ജനങ്ങളെല്ലാം പൊട്ടിച്ചിതറി വീണിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ചുറ്റുവട്ടത്തുള്ള ആളുകളാണ് ഭൂരിഭാഗം അവിടെ ജോലി ചെയ്തിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തൃശൂർ മേയറുടെ പ്രതികരണമാണ് കേട്ടത്. അവർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.